ഹായ് ഗായ്സ്, നമ്മുടെ മാന്യ പ്രേക്ഷകർക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചെറിയ ക്വാളിറ്റി പ്രശ്നമുണ്ട്, അതെല്ലാം ഒന്ന് ക്ഷമിക്കുക. കാരണം ക്ലൈമറ്റ് മഴയാണ്, അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്ക് ടോപ്പിക്കിലേക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് പവർ ഗ്രൂപ്പിന്റെ തലവനാരാണ്. സിനിമ എന്ന മേഖലയിലെ പവർ ഗ്രൂപ്പ് എന്ന ഇന്നത്തെ ഈ ദിവസത്തെ ഒരു ഇഷ്യൂ തന്നെയാണ്. വലിയൊരു ബ്രേക്കിംഗ് ആയിരുന്നു. പ്രമുഖനാരാണ്? തലവനെ കണ്ടുകിട്ടി. ആരാണ് തലവൻ? മലയാള സിനിമയിലെ മാഫിയ ഉണ്ട് എന്ന് പറഞ്ഞ തിലകം പറഞ്ഞ ആ പ്രധാന ഗ്രൂപ്പിലെ തലവൻ ആരാണെന്ന് വിനയൻ എന്ന വ്യക്തി പറഞ്ഞ ചെറിയ കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. അതിൻ്റെ ഒരു ക്ലിപ്പ് വീഡിയോ വിനയം പറഞ്ഞതല്ല, ആ ബ്രേക്കിംഗ് ന്യൂസിനെ കുറിച്ചുള്ളൊരു ക്ലിപ്പ് വീഡിയോ ഞാൻ ഇതിലിടുന്നുണ്ട്. പവർ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ടയാൾ നടൻ ദിലീപാണ്. ഈ മേഖലയിലെ കടിഞ്ഞാൺ കൈക്കലാക്കിയ ദിലീപ് ഉൾപ്പെടുന്ന ഈ പവർ ഗ്രൂപ്പാണ് 2017 വരെ സിനിമാ സംഘടനകളെ നിയന്ത്രിച്ചതും. ദിലീപിന്റെ ഇടപെടലിൽ പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, പാർവതി, ഭാവന തുടങ്ങി നിരവധി താരങ്ങൾക്കാണ് അവസരം നഷ്ടമായത്. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷവും പവർ ഗ്രൂപ്പിന്റെ ഇടപെടലുണ്ടായി. WCC പ്രവർത്തകരെ ഒതുക്കാനും ശ്രമം നടന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പരാമർശിക്കുന്നുമുണ്ട്. 10 മുതൽ 15 പേർ വരെ വരുന്ന ഒരു പവർ ഗ്രൂപ്പ്, ആ പവർ ഗ്രൂപ്പിന് ഇഷ്ടമില്ലാത്തവർ സിനിമയ്ക്ക് പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ച്, അപ്രഖ്യാപിത വിലക്കിനെ കുറിച്ച് ഹേമ കമ്മിറ്റിയിൽ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു വെക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇനി അന്വേഷണം നീളേണ്ടത് ഈ പവർ ഗ്രൂപ്പിലേക്കാണോ? സർക്കാർ അതിന് തുനിയുമോ? അതാണ് അറിയേണ്ടത്. റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, ഗുഡ് ഈവനിങ്. 2017 വരെ പവർ ഗ്രൂപ്പിന്റെ കടിഞ്ഞാൺ ദിലീപിന്റെ കയ്യിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പവർ ഗ്രൂപ്പിൽ യുവതാരങ്ങളടക്കം ഉണ്ട് എന്നാണ് വിനയനൊക്കെ പറയുന്നത്. ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തുവിടാം. റോഷിപാൽ. സുജയ, ഒന്ന് നടിയെ ആക്രമിച്ച സംഭവം വരെയാണ് പവർ ഗ്രൂപ്പ് ഏറ്റവും ശക്തമായത് ദിലീപിൻ്റെ നേതൃത്വത്തിലുള്ളത്. ഏതാണ്ട് 10 വർഷക്കാലമാണ്, ഒരു പതിറ്റാണ്ട് കാലം മലയാള സിനിമയെ അടക്കി വാണത് ദിലീപ് അടക്കമുള്ള 15 അംഗ പവർ ഗ്രൂപ്പ് തന്നെയായിരുന്നു. കൃത്യമായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പവർ ഗ്രൂപ്പിനെ മാഫിയ സംഘമെന്ന് അങ്ങനെ അഭിസംബോധന ചെയ്യാനുള്ള കാരണവും അവരുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. കാരണം സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരസംഘടനയായ AMMA, അതിനു പുറമെ മറ്റ് സംഘടനകൾ, എല്ലാ സംഘടനകളുടെയും നേതൃത്വത്തെ കൈയടക്കി വെച്ച് സിനിമയിൽ ആരഭിനയിക്കണം, അവർക്ക് താല്പര്യമില്ലാത്ത അനഭിമിതരായ ആളുകളെ സിനിമയിൽ നിന്നും പൂർണ്ണമായും നീക്കം ചെയ്ത്, അല്ലെങ്കിൽ സംവിധായകരെ, സാങ്കേതിക പ്രവർത്തകരെ മാറ്റി നിർത്തി, പ്രൊഡ്യൂസർമാർക്ക് അവസരം നൽകാതെ, തിയേറ്റർ പോലും നൽകാതെ ഏതാണ്ട് സിനിമകളെ തകർക്കുന്ന രീതിയിലുള്ള സമീപനമായിരുന്നു 10 വർഷക്കാലം. അങ്ങനെയുള്ള അനുഭവമുള്ള സിനിമാ പ്രവർത്തകർ നിരവധിയാണ്. ആ തരത്തിലുള്ള വനിതാ സിനിമാ പ്രവർത്തകർ മൊഴികൾ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ഉന്നയിച്ചിട്ടുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനിയായി ഈ പവർ ഗ്രൂപ്പിൻ്റെ തലവനായി നിന്നയാളാണ് ദിലീപ്, നടിയാക്രമിച്ച കേസിലെ 8ാം പ്രതി. ദിലീപിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ നീക്കങ്ങൾ ഇരകളായവർ ഒട്ടേറെയുണ്ട്. അതിലേറ്റവും പ്രധാനി ഒന്ന് പൃഥ്വിരാജ് അടക്കമാണ്. പൃഥ്വിരാജുണ്ട്, പാർവതി തിരുവോത്ത്, ഭാവന, അങ്ങനെ തുടങ്ങിയ ആ പട്ടിക വളരെ നീണ്ടുപോകും. കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ളവർ ഈ മാറ്റി നിർത്തലിൻ്റെ ഇരകളായിരുന്നു. പിന്നീട് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം WCC എന്ന വനിതാ സിനിമാ പ്രവർത്തകരുടെ സംഘടന രൂപപ്പെട്ടു. അന്ന് ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പരസ്യമായി രംഗത്തെത്തിയവരെയും, സമാനമായി തന്നെ ഈ WCC എന്ന സംഘടനയ്ക്ക് ഒപ്പം നിന്നവരെയും സിനിമയിൽ നിന്നും പിന്നീട് മാറ്റി നിർത്താനുള്ള കൃത്യമായ ശ്രമം നടന്നിരുന്നു. അതിനും ഒട്ടേറെ പേർ ഇരകളായിട്ടുണ്ട്. WCCയിലെ ഭൂരിഭാഗം സിനിമാ പ്രവർത്തകർക്ക് പിന്നീട് അങ്ങോട്ട് അവസരം ലഭിച്ചിരുന്നില്ല. പിന്നീട് മഞ്ജു വാര്യർ അല്ലെങ്കിൽ പൃഥ്വിരാജ് അടക്കമുള്ളവർ തിരികെ സിനിമയിൽ വളരെ സജീവമായി രംഗത്തെത്തുകയും അവരുടെ സിനിമകൾ ഇവർക്ക് തഴയപ്പെട്ട ആളുകൾക്ക് അവസരം ലഭിക്കുകയായിരുന്നു. പൃഥ്വിരാജ് അടക്കമുള്ളവരുടെ സിനിമകളിലാണ് പിന്നീട് അവസരം ലഭിച്ചത്. അല്ലെങ്കിൽ വിനയൻ നിർമ്മിച്ച ആ സിനിമകളിൽ ഏതാണ്ട് നമ്മൾ സിനിമാ പ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ പൃഥ്വിരാജിൻ്റെ സിനിമകൾക്കെതിരെ ശക്തമായ രീതിയിൽ ഈ സിനിമാ സംഘടനകൾ പരാതികളടക്കം ആ ഘട്ടത്തിൽ ദിലീപ്, മണിരത്നത്തിൻ്റെ സിനിമ വന്നപ്പോൾ അത് കേരള
കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ അത് പുറത്തിറങ്ങാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമവും ആ ഘട്ടത്തിൽ ദിലീപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് അന്നത്തെ സംഘടന മാക്ടയുടെ അടക്കം ഭാരവാഹികൾ കൃത്യമായി പറയുന്നത്. പിന്നീട് ഈ സംഘടനകൾ ഉള്ളിൽ തർക്കമുണ്ടാകുന്നു, പുതിയ സംഘടനകൾക്ക് രൂപം നൽകുന്നു. ആ തരത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായം വളരെ കൃത്യമായി പോയിക്കൊണ്ടിരുന്ന ഒരു സിനിമാ സംവിധാനത്തെ, അത് തൊഴിലാളി സംഘടനകളാകട്ടെ, അത് പ്രൊഡ്യൂസർമാരുടെ നിർമ്മാതാക്കളുടെ സംഘടനകളാകട്ടെ, തിയേറ്ററുകളുടെ അസോസിയേഷനാകട്ടെ, എല്ലാ സംഘടനകളിലും കൈകടത്തിക്കൊണ്ട് ഈ പവർ ഗ്രൂപ്പ് മുന്നോട്ട് പോയി. അവിടെയാണ് ഈ പവർ ഗ്രൂപ്പുമായി ചേർന്ന് നിൽക്കാത്ത സിനിമാ പ്രവർത്തകർക്ക് വലിയ തിരിച്ചടിയാകുന്നതും അവർ ഒറ്റപ്പെടുന്നതും. അതിൽ ഈ ദിലീപ് മാത്രമായിരുന്നില്ല, ദിലീപിനൊപ്പം നിന്നവർ ഒട്ടേറെ പേരുണ്ട്. അന്നത്തെ AMMയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു അടക്കം ദിലീപിനൊപ്പം ചേർന്നത്. അതുകൊണ്ടാണ് അന്ന് ഭാവന ഒരു പരാതി നൽകിയപ്പോൾ ആ പരാതി പരിഗണിക്കാതെ മുന്നോട്ട് പോയത്. ഭാവന മാത്രമല്ല, നിരവധി സിനിമാ പ്രവർത്തകർ നൽകിയ പരാതികൾ അവർക്ക് അവസരം നിഷേധിക്കുമ്പോൾ, ഈ പറഞ്ഞ ഒരു ന്യായീകരണവുമില്ലാതെ അവസരം നിഷേധിക്കപ്പെടുമ്പോൾ കൃത്യമായി അവർ പരാതി അവതരിപ്പിക്കുന്നു. ആ പരാതികൾ ഒന്നും പരിഹരിക്കപ്പെടാറില്ല. അത് ഏത് സംഘടനയായാലും, താരസംഘടന മാത്രമല്ല, സിനിമാ മേഖലയിലെ മറ്റ് സംഘടനകളിലും പരാതി വരുമ്പോൾ ആ പരാതികൾ പരിഗണിക്കപ്പെടാറില്ല എന്നതാണ്. പരാതി നൽകിയാൽ പിന്നീട് അവസരം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം. ഇക്കാര്യത്തിൽ റോഷിപാൽ 2017 ഫെബ്രുവരി 17 ആ തീയതി നമുക്ക് മറക്കാൻ കഴിയില്ല, നടിയെ ആക്രമിച്ച സംഭവം. അതിനുശേഷം ഇതിൽ 8ാം പ്രതിയായി ഉൾപ്പെടുന്ന ദിലീപിന് പിന്നാലെ പ്രധാനപ്പെട്ട നടീനടന്മാരെല്ലാം അണിനിരക്കുന്ന, ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും എന്ന രണ്ടും അമ്മയുടെ മക്കളാണ് എന്ന് പറയുന്ന സമീപനമൊക്കെ നമ്മൾ കണ്ടതാണ്. 2017 ശേഷം ഈ ശാക്തിക ചേരികളിൽ ബലാബലത്തിലൊക്കെ ഒരു മാറ്റം വരുന്നുണ്ടോ? കാരണം പൃഥ്വിരാജ് കുറച്ചുകൂടി ശക്തി പ്രാപിക്കുന്നത് പിന്നെയുള്ള വർഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് ആരെ ചുറ്റിപ്പറ്റിയാണ്? സുജയ, ഏതായാലും 2017 ശേഷവും പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് വിനയനടക്കമുള്ള അല്ലെങ്കിൽ ഇപ്പോഴുള്ള സിനിമാ പ്രവർത്തകർക്ക് പറയുന്നു. പക്ഷേ അത് വ്യത്യസ്ത ചേരിയാണ്. അന്നുണ്ടായിരുന്നവർ ഉണ്ട്. ഇപ്പോൾ അന്നുണ്ടായിരുന്ന ആ സിനിമാ പ്രവർത്തകർ പലരും, ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ ഇന്നും അവർ ഈ പവർ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. അത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു സത്യവുമാണ്. പക്ഷേ ചിലർ പൂർണ്ണമായും മാറി. ഇപ്പോൾ ദിലീപിൻ്റെ കയ്യിലായിരുന്നു ആ ഘട്ടത്തിൽ. വിദേശത്തടക്കം സിനിമ പുറത്തിറങ്ങണമെങ്കിൽ ദിലീപ് അനുകൂലമായ നിലപാടെടുക്കണം. ദിലീപിനെതിരായി നിലപാടെടുത്താൽ വിദേശത്ത്, നമുക്കറിയാം ആ ഘട്ടത്തിൽ ഈ നടിയെ ആക്രമിച്ച ഘട്ടത്തിലൊക്കെ ഈ വിദേശത്ത് സിനിമ പുറത്തിറക്കുന്ന കമ്പനികളും ദിലീപുമായുള്ള ബന്ധം അത് പുറത്തുവിട്ടതാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി, ആ കമ്പനിയും മറ്റ് മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധവും അത് ദിലീപുമായുള്ള ബന്ധവും അതിൻ്റെ തെളിവടക്കം നമ്മൾ പുറത്തുവിട്ടതാണ്. പോലീസും അന്ന് അന്വേഷിച്ചിരുന്നു. രണ്ടാമത് ഈ നടിയെ ആക്രമിച്ച കേസിൻ്റെ തുടരന്വേഷണം നടക്കുമ്പോഴാണ് ആ വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടത്. അങ്ങനെ വിദേശത്തടക്കം സിനിമ പുറത്തിറക്കണമെങ്കിൽ അത് ദിലീപുമായി ചേർന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ 2017 ഫെബ്രുവരി 17 ശേഷം ദിലീപ് ദുർബലനാകുന്നു. ദിലീപ് ജയിലിനകത്തേക്ക് പോകുന്നു, നിയമ നടപടിക്ക് വിധേയമാകുന്നു. സ്വാഭാവികമായും ഈ ദിലീപിൻ്റെ മേധാവിത്വം പതുക്കെ മലയാള സിനിമയിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. പക്ഷേ അന്ന് ദിലീപിനൊപ്പം നിന്ന പലരും, ഈ സിനിമാ സംഘടനയുടെ ഭാഗമായി നിന്നവരൊക്കെ, അവർ ഈ വലിയ ശക്തിയായി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പൃഥ്വിരാജൊക്കെ സിനിമയിൽ സജീവമായതോടെ പിന്നീട് ഈ ആ ശക്തി വേറൊരു രീതിയിലേക്ക് വന്നു. പൃഥ്വിരാജ് അടക്കമുള്ള യുവ സിനിമാ പ്രവർത്തകരിലേക്ക് ഇതിൻ്റെ നിയന്ത്രണം വരും. പക്ഷേ എങ്കിൽ പോലും ഒരു സമാന്തരമായി നേരത്തെ ദിലീപിനൊപ്പം നിന്ന സിനിമാ പ്രവർത്തകരുടെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പൃഥ്വിരാജ് അടക്കമുള്ളവർ മറ്റൊരു വേറിട്ട പാതയിലൂടെ അവർ സഞ്ചരിക്കുന്നു. അവർക്കൊപ്പം ഒരു വിഭാഗമുണ്ട്. പക്ഷേ നേരത്തേതുപോലെ ഒരു വലിയ ശക്തിയായി ഇപ്പോൾ ഈ സിനിമയിൽ പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് റോഷിപാൽ വിവരിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പവർ ഗ്രൂപ്പിനെ കുറിച്ച് മൊഴി നൽകാൻ വന്ന ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ അങ്ങനെയുള്ള കമന്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഇപ്പോൾ സിനിമയിൽ നിലനിൽക്കുന്ന ചേരികൾ അത് നമ്മൾ തുറന്നു കാട്ടും. അത് സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തിനായി രൂപപ്പെടുന്ന ചേരികളുണ്ടെങ്കിൽ അതും നമ്മൾ തുറന്നു കാട്ടുക തന്നെ ചെയ്യും. അപ്പോ ആരാണ് പ്രമുഖർ, ആരാണ് മാഫിയ തലവൻ? അതായത് ഒരാളാണ് ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കുന്നത്. നമ്മൾ ഫിലിം എന്ന് പറയുന്ന, സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ തകർക്കാനല്ല, ഒളിച്ചോട്ടം അവരെല്ലാം ഇത് കഴിഞ്ഞ് എല്ലാം പിരിച്ചുവിട്ട് എല്ലാം അവസാനിപ്പിച്ച് ഓടുന്നത് ശരിയല്ല. ജനങ്ങളെ കമ്മിറ്റഡ് ചെയ്താൽ, ഒരു രാഷ്ട്രീയക്കാരാകുമ്പോൾ, പ്രവർത്തകരാകുമ്പോൾ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് വേണം. അവർ തരുന്ന കൈയടിയും അവർ തരുന്ന സ്വീകരണവും അവർ തരുന്ന ടാക്സും എല്ലാം കൈപ്പറ്റി
ഞാനും അറിഞ്ഞില്ല നാമനാരായണ എന്ന് പറഞ്ഞ് മൗനം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക്, ഒരു ഹ്യൂമന് ചേർന്ന കാര്യമാണ്. നമുക്ക് ഡെയിലി ഹണ്ട് എന്ന് പറഞ്ഞൊരു ന്യൂസിൽ വന്ന ചില വാർത്തകൾ നമുക്ക്, അതായത് മമ്മൂട്ടിക്കും മോഹൻലാലിനും മേലെ വളർന്ന ഒരു നടന്റെ വന്ന കാലത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. ആ സിനിമയ്ക്ക് ശേഷമാണ് ദിലീപ് ശക്തനായത്. ഏത് സിനിമയാണ്? മമ്മൂട്ടിക്കും മോഹൻലാലിനും മുകളിൽ വളർന്നു വെളിപ്പെടുത്തലുമായി വിനയൻ എന്ന സംവിധായകൻ. വിനയന്റെ എന്ന് പറയുന്ന ഡയറക്ടർ നമുക്കറിയാലോ. അദ്ദേഹം നിരവധി സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല സിനിമകളുമായിരുന്നില്ല, ചില സിനിമകൾ നല്ല സിനിമകളായിരുന്നു. പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റെടുത്തിരുന്നു. മലയാള സിനിമ പവർ ഗ്രൂപ്പിന്റെ തലവൻ ആരാണ്? ദിലീപാണെന്നത് വെളിപ്പെട്ട് വരുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് പിന്നാലെ നിരവധി പേരാണ് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് വെളിപ്പെടുത്തിയത്. നിരവധി പേർ. അപ്പോ പൃഥ്വിരാജ് കഴിഞ്ഞൊരു ദിവസം മാധ്യമത്തിനോട് പറഞ്ഞ സമ്മേളനത്തിൽ പറഞ്ഞു, പവർ ഗ്രൂപ്പിനെ പറ്റി സൂചിപ്പിച്ചിരുന്നു. പാർവതിക്ക് മുമ്പ് ഈ പവർ ഗ്രൂപ്പിന്റെ ഇടപെടൽ കാരണം വിലക്ക് നേരിട്ട വ്യക്തിയായിരുന്നു ഞാനും പൃഥ്വി പറഞ്ഞിരുന്നു, അതായത് മാധ്യമത്തിലൂടെ. ഇപ്പോൾ ഇതാ ദിലീപിനെ കുറിച്ച് സംവിധായകൻ വിനയൻ വെളിപ്പെടുത്തലാണ്. ചർച്ച ചെയ്യുന്നത് 2020 എന്ന സിനിമ നിർമ്മിച്ചത് ശേഷം ദിലീപ്, മമ്മൂട്ടിയും മോഹൻലാലും മുകളിൽ സ്വാധീനമായ ശക്തിയായി മാറിയെന്നും നടി ആക്രമിക്കപ്പെട്ടതിനു ശേഷം ഈ ലേബിയുടെ ശക്തി കുറഞ്ഞു വന്നതെന്നും വിനയൻ വെളിപ്പെടുത്തുന്നു. ദിലീപിനൊപ്പം 10ഓളം സിനിമകൾ ചെയ്തിരുന്നു. സൂപ്പർ സ്റ്റാർ പദവിയിലെത്തുന്നതിന് മുമ്പായിരുന്നു അത്. പിന്നീട് 2020 സിനിമ നിർമ്മാണത്തിലോ ശേഷം ദിലീപ് സിനിമ മേഖലയിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും മേലെ സ്വാധീനം ശക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു. ദിലീപ് 40 ലക്ഷം മുൻകൂർ വാങ്ങിയിട്ട് സംവിധായകനെ ഡേറ്റ് കൊടുക്കാതെ നിന്നതായിരുന്നു ആ ഒരു വിവാദം. ഞാൻ മക്കാഡ എന്ന അസോസിയേഷൻ തുടങ്ങിയ സമയത്ത് ഉയർന്നു വന്ന പരാതിയിൽ നടപടിക്ക് ശ്രമിച്ചത് ദിലീപ് പിന്നീട് എന്നെ ഒതുക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് സിനിമാ മേഖലയിൽ നിന്നും പ്രധാനപ്പെട്ടവരെല്ലാം മാക്കട അസോസിയേഷനിൽ നിന്ന് രാജിവെക്കുന്നത്. മാക്കാട്ട അസോസിയേഷൻ അതെന്താണ് നമുക്ക് വ്യക്തമായി, അത് എന്തോ ഒരു രാജിവെക്കുന്നു. പുതിയ അസോസിയേഷൻ തുടങ്ങുന്നതും അന്ന് ദിലീപിന്റെ കയ്യിലായിരുന്നു മലയാള സിനിമയുടെ വ്യവസായം. എങ്ങനെയുണ്ട്? നമുക്കിതൊക്കെ നേരത്തെ ഒരു അറിയുന്നൊന്നല്ല, നമുക്കിതൊക്കെ നേരത്തെ ഒരു സംശയമുണ്ടായിരുന്നു. അപ്പോൾ ദിലീപിന്റെ കുറിച്ച് പലപ്പോഴും തിലകൻ സാർ നിസ്തീകമായി സംസാരിച്ചായിരുന്നു. ആരും ചെവി കൊണ്ടിരില്ല. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ് ആ പവർ ലേബി കുറച്ചെങ്കിലും ഇല്ലാതായത്. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ് ആ പവർ ലോബി കുറച്ചെങ്കിലും ഇല്ലാതായത്. സാമൂഹ്യ മാധ്യമത്തിലൂടെ എനിക്കെതിരെ അവഹേളനവും നടന്നിരുന്നു. ഓർക്കൂട്ടിലൂടെ വി ഹിറ്റ് വിനയൻ ക്യാമ്പയിൻ നടന്നിരുന്നു. വർഷങ്ങളോളം വിലക്കും നേരിട്ട് ഇതിനെല്ലാം നേതൃത്വം നൽകിയത് ദിലീപായിരുന്നു. വിനയൻ പറയുന്നു. അതേസമയം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് പിന്നാലെ നിരവധി പേരാണ് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമം വെളിപ്പെടുത്തി മുന്നോട്ട് വന്നത്. സംവിധായകൻ രഞ്ജിത്ത്, നടനും മുൻ AM ജനറൽ സെക്രട്ടറി സിദ്ദീഖും, കൊല്ലം MLA മുകേഷും, ജയസൂര്യ, VK പ്രകാശ്, ബാബുരാജ്, മണിയംപിള്ള രാജു, ഇടവേള ബാബു, റിയാസ് ഖാൻ തുടങ്ങിയ 18ഓളം പേർക്കെതിരെയാണ് ഇതുവരെ വെളിപ്പെടുത്തലുകൾ വന്നത്. അപ്പോൾ 18 പേര്
ഈ അംഗത്തിൽ പങ്കാളികളാകും. ദിലീപിന്റെ വിഷയത്തിൽ, നടി ആക്രമിക്കപ്പെട്ടതിന്റെ വിഷയത്തിൽ ഇത്രയും പേർ ഇതിൽ പെടാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമാ വ്യവസായത്തിന് ഇത്രക്കും വലിയ അടിയുണ്ടായത്? ഇത്രക്കും വലിയ പ്രശ്നം നമ്മൾ, ഈ ഒരു തലവേദന എന്തുകൊണ്ട് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നില്ല? ഒരു തിലകൻ സാറിനെ, അദ്ദേഹത്തെ സോറി പറയിപ്പിക്കാൻ ശ്രമിക്കുകയും ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ധിക്കരിക്കുന്ന ഒരു ഭാഗവുമായിരുന്നു. മമ്മൂട്ടി ഉൾപ്പെടെ അതിനെ മുന്നിലേക്ക് വരികയായിരുന്നു. ദിലീപ് എന്ന നടൻ വളരുന്നത് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. 2020 ആയിരുന്നു ദിലീപിന്റെ ഏറ്റവും വലിയ സിനിമ. കാരണം ആ സിനിമയാണ് ദിലീപിനെ ദിലീപാക്കിയത്. മോഹൻലാലും മമ്മൂട്ടിയും അതിലെ 2 കഥാപാത്രങ്ങളായിരുന്നേ ഉള്ളൂ. പക്ഷെ അത് ദിലീപിന്റെ മാത്രം സിനിമയാണ്. അത് ദിലീപിന്റെ കോൺട്രവേഴ്സി ആയിരുന്നു ആ കാലത്ത്. നടി ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ആ നടി ആക്രമിക്കപ്പെട്ടപ്പോഴാണ് ദിലീപിന്റെ ചോർച്ചകൾ, ദിലീപിന്റെ പടങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. നമ്മളിതെല്ലാം ഇപ്പൊ ദിലീപിന്റെ ഏത് പടത്തിനും ഇത്തിരി ഹേറ്റേഴ്സ് ഉള്ള കാലമാണ്. ഏത് സിനിമ എടുത്താലും ദിലീപിനെ ജനങ്ങൾക്ക് വിശ്വാസമില്ല. ദിലീപിന്റെ പടത്തോടല്ല, ദിലീപ് അഭിനയിക്കുന്ന അഭിനയത്തോട് സംതൃപ്തി ഇല്ല എന്നതിൻ്റെ ഒരിതാണ് ക്വാളിറ്റി പ്രശ്നം. ഇക്വാലിറ്റിയാണ് ജനങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ സിനിമാ സംഘടനയിലുള്ള എല്ലാവരും ഇങ്ങനെ ഒളിച്ചോടിയാൽ മൗനം ഒന്നിൻ്റെയും സത്യമല്ല. പക്ഷേ സിനിമക്കാർ എല്ലാവരും സങ്കടമെല്ലാം പിരിച്ചുവിട്ട് സമാധാനപ്രിയരായിരിക്കും. എല്ലാവരും പല ദേശത്തേക്ക് ഓടിപ്പോവുകയാണ്. സ്വന്തം അമ്മ എന്ന് പറയുന്ന ഈ മണ്ണിനെ മറന്ന് മറ്റുള്ള രാജ്യത്തിലേക്ക് ഒളിച്ചോട്ടം നടത്തിയിട്ടൊന്നും സംഘടനയുടെ തലപ്പത്തുനിന്നോ അതിലെ മെമ്പേഴ്സായിട്ടോ നിങ്ങൾ തിരിച്ചു വരേണ്ടത് ഇതേ സംഘടനയിലെ മെമ്പേഴ്സായിട്ട് തന്നെയാണ്. ആരും എവിടെയും ഓടിപ്പോയാലും മാധ്യമങ്ങളോ മീഡിയയോ നിങ്ങൾക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റില്ല. സമൂഹം, ഇവിടുത്തെ ജനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യത്തെ, ഇത്തരത്തിലുള്ള സംഭവത്തെ കണ്ണടച്ചിരുട്ടാക്കുക എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യവുമല്ല. ഏറ്റവും വലിയ വിവാദമാണ് ഈ പറയുന്ന പ്രമുഖർ, അതായത് മാഫിയ തലവന്മാർ. ആരാണ് ഈ മാഫിയയുടെ യഥാർത്ഥ ആദ്യത്തെ തലവൻ? ഇതിൻ്റെയൊക്കെ പിൻഗാമി ആരായിരിക്കും? ഇതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സമൂഹ മനസാക്ഷിയെ നെട്ടിച്ചൊരു കാര്യമാണ്. സമൂഹത്തെ മൊത്തം, ഈ ജനങ്ങളുടെ പാഷനെ, ഈ ജനങ്ങളുടെ ഇൻഡസ്ട്രി, ഈ രാജ്യത്തിൻ്റെ നിർമ്മാണത്തെ, ഈ നാട്ടിൻ്റെ പ്രൊഡക്ഷനെ നിങ്ങൾ വിറ്റ് കാശാക്കിയിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ മൗനം സമ്മതമെന്ന് ജനങ്ങളോട് പറയും. ജനങ്ങളല്ല കുറ്റക്കാർ. എങ്ങനെ ഇതിൽ ജനങ്ങളുടെ കയ്യടി വേണം, ജനങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണം. പക്ഷെ ജനങ്ങൾ പറയുന്ന ഒരു വാക്ക്, ജനങ്ങൾ പറയുന്ന ഒരു കാര്യത്തോട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇത് ജനങ്ങൾക്കും അറിയേണ്ട വിഷയമല്ലേ? സിനിമാ സമ്പ്രദായം ഉണ്ടാക്കിയത് തന്നെ സിനിമ ജനങ്ങളുടേത് ആണെന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ? ആ വിശ്വാസത്തിന് പാളിച്ച വന്നിട്ടുണ്ടോ? എത്രയൊക്കെ മനുഷ്യൻ മാറിയാൽ സ്വന്തം ന്യായീകരിക്കുന്നതിൽ സ്വാർത്ഥതയാണ്. ഇത് സ്വാർത്ഥത തന്നെയാണ്.
ഇപ്പോൾ വിനയൻ എന്ന സംവിധായകൻ പറയുമ്പോൾ അന്നും വിനയൻ എന്ന നടനെ ആരോപണമുണ്ടായിട്ടുണ്ട്, തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. ക്രിമിനൽ ബുദ്ധി എന്ന് ഞാൻ പറയുന്നില്ല. ഈസ് എ ബിഗ് മാനിപ്പുലേറ്റർ, ബ്രില്യൻറ്റ് മാനിപ്പുലേറ്റർ. ആ മാനിപ്പുലേഷനിൽ കൂടി പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഇനിയും വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെന്നു പറ്റിയ പതനമാണിതെന്നല്ലാതെ, അല്ലെ വൈരാഗ്യത്തിൽ കൂടി വന്നു പറ്റിയ പതനമാണിതെന്നല്ലാതെ, ഞാനിപ്പോഴും എൻ്റെ ഒരു കുറേ വർഷങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ 100% വെറുക്കാൻ ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നില്ല. ഈ കേസിൽ എന്തെങ്കിലും കാരണത്താൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ പൂർണ്ണമായ തെളിവില്ല എന്നും പറഞ്ഞ് തിരിച്ചു വരട്ടെ, അങ്ങനെയെങ്കിലും ആ ലൈഫ് തിരിച്ചു പിടിക്കട്ടെ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവിടുത്തെ മറ്റ് താരങ്ങളും മനസ്സിലാക്കണം, ഈ പദവി, സ്റ്റാർഡം, വിണ്ണിലെ നക്ഷത്രം എന്നൊക്കെ പറയുന്ന ഇത്രയ്ക്കിത്രയേ ഉള്ളൂ. ദിലീപിൻ്റെ ഈ തെളിവെടുപ്പോട് കൂടിയെങ്കിലും അവരത് കണ്ടിട്ട് മനസ്സിലാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. തെറ്റിദ്ധരിപ്പിക്കലുകൾ ഉണ്ടാക്കാറുണ്ട്. തിലകൻ്റെ സാറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം സിനിമയിലൂടെയാണ് സ്റ്റാറായത്. പക്ഷെ നിങ്ങൾ സിനിമയിലിനേക്കാൾ ജനങ്ങളിലൂടെയാണ് സ്റ്റാറായിരിക്കുന്നത്. അതാണ് വ്യത്യാസമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ ഒരു സിനിമാക്കാരനാകുന്നതും ഒരു സിനിമാ നടനാകുന്നതും എങ്ങനെയാണ്? വ്യക്തിബോധമാണ്, മൂല്യമാണ്. അവൻ അനുഭവിക്കുന്നതിൻ്റെ, അവൻ നടനായാലും ഇപ്പം നിങ്ങൾ എല്ലാ നടന്മാർക്കും നമ്മൾ എല്ലാ മരുന്നുകളും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇല്ല, നിങ്ങൾ പല നടന്മാരെയും ഉപേക്ഷിക്കുകയാണ്. ഇതിൽ ഉപേക്ഷിക്കപ്പെട്ട നടന്മാരുണ്ട്. എത്ര പേർ ഇത്തരത്തിലുള്ള ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടവരുടെ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എത്ര പേർ വിഷമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാധ്യമത്തിൽ വരുന്ന മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. പലരും സിനിമയിൽ നിങ്ങൾ അവരെ ക്ഷണിക്കാറില്ല. അവർക്ക് വേണ്ടി ജീവിത ലൈഫ് ടൈമിൽ അവരുടെ സിനിമ അഭിനയത്തിൽ പ്രായമുണ്ടാവാം. പ്രായമുള്ളവർക്ക് അവർക്ക് ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള നിങ്ങൾക്ക് വേണ്ടവരെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടാവാം. അല്ലാത്തവരും എല്ലാവരെയും ഒറ്റക്കണ്ണോട് കാണണം. രാഷ്ട്രീയക്കാരുടെ തരത്തിൽ ചിന്തിക്കുന്നതാണ് നിങ്ങളുടെ തെറ്റ്. രാഷ്ട്രീയവും അങ്ങനെ തന്നെയാണ്, സിനിമയും അങ്ങനെ തന്നെയാണ്. അതിന് ഒളിച്ചോട്ടമല്ല. ഫുൾ ഒന്നായി പിരിച്ചുവിടുക എന്ന് പറയുന്നത് അത് എന്ത് യാഥാർത്ഥ്യമാണ്? അങ്ങനെയെങ്കിൽ പിരിച്ചുവിടേണ്ടത് ഈ നാട്ടിലെ പൊളിറ്റിക്സ് അല്ലേ? അവർ പിരിച്ചുവിടുന്നുണ്ടോ? ഒളിച്ചോട്ടമാണ് നിങ്ങളിപ്പോൾ നടത്തിയിരിക്കുന്നത്. സിദ്ദീഖ് എന്ന് പറയുന്ന നടനെ നമ്മൾ എങ്ങനെയാണ് കണ്ടിരുന്നത്? അയാളൊരു വില്ലനായിട്ട് നായകനായി വന്നതാണ്. കുറച്ചു കാലം അയാൾ നല്ല വേഷങ്ങൾ എന്ന് പറഞ്ഞ് സീരിയസ് വേഷങ്ങളും കുറച്ച് ക്ലാസിക് വേഷങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അതിലെ തന്നെയല്ലേ ഒരു ചാഞ്ചാട്ടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം ചിലരുടെ സെലക്ഷനിൽ നിന്ന് വരുന്നതാണ്, ചില ആൾക്കാരിലൂടെ കൊണ്ടുവരുന്നതാണെന്നത് തിലകൻ പറഞ്ഞ യാഥാർത്ഥ്യത്തിൽ മാഫിയ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ തന്നെയാണ്. ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആഘോഷമല്ല. ഇത് നിങ്ങൾ നമുക്ക് തരുന്ന കണ്ടന്റാണ്. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെയിലേക്ക് ഇട്ട് തരുന്ന കണ്ടന്റ് തന്നെയാണ്. പബ്ലിക് പ്രോമിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തരുന്ന പ്രോമിസ് തന്നെയാണ്. നിങ്ങൾ എന്ത് തരുന്നോ അത് ജനങ്ങൾ ഏറ്റെടുക്കണം. ഏത് ജീവിതത്തിലും ഒരു അർത്ഥം ഉണ്ടാകുന്നത് സത്യസന്ധമായ റിപ്പോർട്ട്, സത്യസന്ധമായ വ്യക്തിത്വം ഉടലെടുക്കുന്നു എന്നാണ്. ഈ ലോകത്ത് വലിയ ദുരന്തം ഉണ്ടായപ്പോൾ അതിനെ ഒത്തുചേരുന്നത് പോലെ ജനങ്ങൾ പറയുന്ന സംശയങ്ങളും ജനങ്ങൾക്കുണ്ടാകുന്ന ഈ സംഘടന ഉണ്ടാക്കി രൂപീകരിക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ സംഘടന ജനങ്ങളുടെ എന്തെങ്കിലും ആവശ്യത്തിൻ്റെയാണോ? ഇത് ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് നിർമ്മിച്ച പൊളിറ്റിക്സ് ആണ്
വോട്ട് ചെയ്യുന്നത്. പൊളിറ്റിക്സിലൂടെയാണ് ജനങ്ങൾ ഒരാളെ വോട്ട് ചെയ്ത് അവിടെ ഇരുത്തുന്നുള്ളൂ. സിനിമാ നടന്മാർക്ക് ജനങ്ങളുമായിട്ട് ബാധ്യത എവിടെയാണ് അതാ ജനങ്ങളെ അവരുമായി നമുക്ക് രണ്ട് തട്ടിലാണ് കാണാൻ പറ്റുക. അവരുണ്ടാക്കിയ രൂപീകരണമാണ്. അമ്മ സംഘടന തകർക്കണമെന്നത് ജനങ്ങളുടെ ആവശ്യമല്ല, അമ്മയുടെ മെമ്പേഴ്സിന്റെ ആവശ്യമാണ്. നമ്മൾ കാഴ്ചക്കാർ മാത്രമാണ്. ഗാലറിയിൽ നിന്ന് കളി കളിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ സത്യസന്ധമായ എവിഡൻസ് മീഡിയയിലൂടെ ആയാലും അന്വേഷണത്തിലായാലും വരുമ്പോൾ ആ അന്വേഷണത്തിന് നിങ്ങൾ കൂടെ നിന്നാൽ അതിൻ്റെ സത്യാവസ്ഥക്ക് ഈ നാട്ടിന് ഈ ലോകത്തിന് പ്രചോദനമാവുകയാണ്. ഏത് വിഷയവും നമ്മൾ സിമ്പിൾ കാര്യമാക്കരുത്. നമ്മുടെ ജീവിതം ഒറ്റ ലൈഫാണ്. ആ ലൈഫ് തീരുന്നവരെ ഗ്യാരണ്ടിയും വാരണ്ടിയും നമ്മുടെ ജീവനും മാത്രമാണ്. ആ ജീവിതത്തിന് ഇത്തിരിയെങ്കിലും മനസ്സാക്ഷിയാണ് വേണ്ടത്. ഇത്രയും വലിയ വിവാദത്തിൽ ഇത്രയും വലിയ വിവാദം നടക്കുമ്പോൾ നമ്മളൊന്നും അറിഞ്ഞില്ല, നമ്മളൊന്നും ഇതിലാളല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറ്റമാണ് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നത്. സമൂഹത്തിൽ വലിയ ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ, സമൂഹത്ത് സിനിമാ മേഖലത്തിൽ എല്ലാത്തിലും ഒരു ഡിസാസ്റ്റർ അതൊക്കെ സംഭവിച്ചാൽ അതിനെ നമ്മൾ ഓടി ഒളിക്കുകയല്ല, നമ്മൾ ഒത്തുചേരുകയാണ് വേണ്ടതെന്നത് നിങ്ങൾ തന്നെ പല കഥാപാത്രത്തിലും പറഞ്ഞതല്ലേ. പക്ഷെ കഥാപാത്രത്തിലല്ല വേണ്ടത്, റിയാലിറ്റി ഈസ് എ പ്രോമിസ്, നോട്ട് പ്രോമിസ്ഡ്. ജീവിതത്തിലാകുമ്പോൾ പല മൂമെന്റുകളുണ്ടാവും. ഇപ്പോ അവരവരുടെ വീട്ടിലാണോ പലരും സ്ഥലത്തേക്ക് മാറിയോ? ഇപ്പൊ ജയസൂര്യ എന്ന നടൻ എത്രയാണ് വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത്, എത്ര നല്ല നടനായിരുന്നു. അതാണ് സിനിമക്ക് ഇതൊരു ഭീഷണി തന്നെയാണ്. സിനിമ കാണാൻ ഇനി ആരെങ്കിലും തിയേറ്ററിൽ പോകുമോ? എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷണം അത് നന്നായി നടക്കട്ടെ, നടപടികളൊക്കെ ക്ലിയറായി മുന്നോട്ട് പോട്ടെ. അപ്പോഴും പാവങ്ങളെ മറന്നേക്കരുത്. ടാക്സ് അടച്ചവരെയും ജനങ്ങളെയും നിങ്ങളെ സംരക്ഷിച്ചവരെയും നിങ്ങളുടെ കൂടെ നിന്നവരെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ജൈത്രയാത്ര നല്ലതല്ല. എത്രയെത്ര മഹാന്മാർ ജീവിച്ച മണ്ണാണ്, എത്രയെത്ര പേർ ഈ ലോകത്തോട് വിട പറഞ്ഞ മണ്ണാണ്. അവരെയും നിങ്ങൾ ഗൗനിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരു മനുഷ്യായുസ് മുഴുവനും ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് അർത്ഥമുണ്ടാവില്ല. ഞാനിത് പറയുന്നത് ആരും സീരിയസ് ആയി എടുക്കുന്നില്ല എന്നതോർത്തോണ്ടാണ്. നമ്മൾ ഇൻഫ്ലുവൻസേഴ്സാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജനങ്ങളുടെ കൂടെ നിൽക്കുക, ജനങ്ങളുടെ പവറാകുക, അവരുമായി നിൽക്കുന്ന കുറ്റിക്കണ്ണികളെ, ഇതുപോലുള്ള ഇൻസിഡൻസിനെ അവരെ കൂടെ നിന്ന് ജനങ്ങളോടൊപ്പം നിന്ന് ടേക്ക് കെയർ ചെയ്യുക എന്ന പ്രൊഫഷനാണ് നമുക്ക്. അതാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള മറ്റൊരു ക്ലിപ്പും കൂടി നമുക്ക് ഇതിൽ എടുത്തു. അതിനെയെല്ലാം സിനിമയിൽ അതിജയിക്കാറുള്ള നായകന്മാർക്ക് പക്ഷേ വെള്ളിത്തിരയ്ക്ക് പുറത്ത് തെറ്റി. സ്ക്രീനിലെ പ്രകടനത്തിന് ലഭിക്കാറുള്ള കയ്യടി സ്വന്തം സംഘടനയ്ക്കുള്ളിൽ നിന്ന് പോലും ലഭിക്കാത്ത അവസ്ഥ. ഒപ്പം നിൽക്കുന്നവർ പോലും വിമർശന സ്വരങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിച്ചപ്പോൾ അതിനെ അതിജയിക്കാനാകാതെ വീർപ്പുമുട്ടുകയായിരുന്നു തലക്കനമുള്ള നായക നടന്മാർ പോലും. ആ അസ്വസ്ഥത എത്രത്തോളം വലുതായിരുന്നുവെന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ദേ ഈ പ്രതികരണം. ഇല്ലില്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങളിത് ആടിനെ തമ്മിൽ തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിൻ്റെ
മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. ഇത്തരം ചോദ്യങ്ങൾക്കും ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും മുന്നിൽ അടിപതറിയതോടെയാണ് അറ്റകൈ പ്രയോഗമെന്ന നിലയിൽ കൂട്ടരാജിയിലേക്ക് നീങ്ങിയത്. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുള്ള രാജി എന്നായിരുന്നു ഉറക്കെ വിളിച്ചു പറഞ്ഞത്. പക്ഷേ സിനിമാ ലോകത്തെ പോലും ആ ധാർമ്മികത ബോധ്യപ്പെടുത്താനായില്ല എന്നത് മറ്റൊരു വിരോധാഭാസം. അതൊരു തിയേറ്ററായി പോയി. കാര്യം ആവശ്യമില്ലാത്തൊരു പരിപാടിയായിപ്പോൾ എല്ലാവരും കൂടി രാജിവെക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇത്തരം ഒട്ടലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമുക്ക് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ലാതെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനൊരു ഒളിച്ചോട്ടൊന്നും പറയാൻ പറ്റില്ല. കുറ്റാരോപിതരായ ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് അമ്മ നിങ്ങളുടെ കൂടെയാണ് എന്ന് അമ്മ പറയലായിരുന്നു ഇച്ചിരി കൂടെ അതിനൊരു അന്തസ്സും അഭികാമ്യവും ആയിരുന്നത് അതായിരുന്നു. സംഘടനയെ നവീകരിക്കാനാണ് രാജിവെച്ചൊഴിയുന്നത് എന്നായിരുന്നു നേതാക്കളുടെ പ്രഖ്യാപനം. അതായത് താരസംഘടനയ്ക്ക് ഇനി വരാനിരിക്കുന്നത് സുവർണ കാലഘട്ടമെന്ന് ചുരുക്കം. പക്ഷേ അതിന് അണിയറയിലും അരങ്ങത്തും ഇനി തിരക്കഥ രചിക്കുന്നത് ആരാണെന്ന് മാത്രമാണ് കണ്ടറിയേണ്ടത്. റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ചോദ്യം ഇതാണ്: തോറ്റോടിയോ താരങ്ങൾ? അതൊക്കെ വ്യക്തമായി നിങ്ങൾ കാണുമ്പോൾ ഈ സിനിമാ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കും യാഥാർത്ഥ്യം. ഇല്ലെങ്കിൽ ഇതൊക്കെ സത്യമാണെന്ന് മൂടി വെക്കേണ്ടി വരും. സത്യമല്ല എന്ന് നിങ്ങളിങ്ങനെ ഇപ്പം കാണിക്കുന്ന മുകേഷ് എന്ന MLA അദ്ദേഹം രാജിവെക്കേണ്ടി വരും. അതിന് കാരണക്കാരൻ SG ആണ്. സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർ കാണിച്ച അനീതി. ഇപ്പോൾ പുല്ല് എന്ന് കാണിക്കുന്ന സിനിമാ ഡയലോഗുണ്ട്, അത് നന്നായി എയറിലായിട്ടുണ്ട്. എല്ലാവരും എയറിലാണ്. സിനിമ സംഘടന മാത്രമല്ല, സിനിമയിലുള്ള എല്ലാവരും എയറിൽ തന്നെയാണ്. ഇതിന്ന് ഇറങ്ങി വരാൻ പാടാണ്. നന്നായി വിരക്കും. അതിന് തീറ്റ എന്നൊക്കെ പറഞ്ഞ് മീഡിയയെ ആക്ഷേപിക്കുന്നത് നല്ലതല്ല. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് മീഡിയ. ജനങ്ങളുടെ വാക്കുകളാണ് മീഡിയ എന്ന് പറയുന്നത്. അവിടെ ജനങ്ങൾക്ക് നിങ്ങളുമായി അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മീഡിയ. ആ മീഡിയയിലൂടെ അല്ലാതെ എങ്ങനെ ജനങ്ങൾ കാര്യങ്ങൾ അറിയും? ചിലത് അത് പബ്ലിസിറ്റി ആക്കുന്നവരുണ്ട്, അത് അവരുടേതായ ഇൻറ്റൻഷൻ. പക്ഷെ യഥാർത്ഥ പത്രപ്രവർത്തകനാണെങ്കിൽ അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യില്ല. നിങ്ങൾ മീഡിയ എന്ന മഹത്വത്തെ ആക്ഷേപിച്ചതിൻ്റെ ഒരു കാര്യം തന്നെയാണ് SG ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ? ജീവിക്കുമ്പോൾ നമുക്ക് ഫെയിം വേണം. നമ്മുടെ പേരിൽ എന്തെങ്കിലും നമുക്ക് ഒന്ന് അറിയപ്പെടണം. സ്വന്തം പേരിൽ അറിയപ്പെടണമെന്നത് ഏതവൻ ആഗ്രഹിക്കാത്തപ്പോൾ ഞങ്ങൾക്ക് പോലും ആഗ്രഹമുണ്ട്. ലൈഫ് ഓഫ് ഗോഡ്, ജീവിതം രക്ഷപ്പെടുത്തേണ്ടതും ജീവിതം നശിപ്പിക്കുന്നതും അതൊക്കെ കർമ്മ എന്ന പോളിസിയിലാണ്. ഇവിടെ ആരും രക്ഷപ്പെട്ടിട്ടില്ല, ആരും ഒന്നും ആയിട്ടുമില്ല. എന്നാലും നമുക്കൊക്കെ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ വാർത്താമാധ്യമങ്ങളിൽ കാണുന്നതും കേൾക്കുന്നതുമാണ്. പകൽന്നോരെ കിടന്നുറങ്ങി രാത്രിയാവുമ്പോൾ എല്ലാം ഉടച്ചു കളയുക എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനാണ്. നിങ്ങളുടെയൊക്കെ വിശ്വാസം പോയി. കേരളത്തിലെ മലയാളിക്ക് മലയാള സിനിമയോടുള്ള വിശ്വാസത്തെ നിങ്ങൾ തകർത്തിരിക്കുകയാണ്. ഒരാൾക്കും ഒറ്റ മറുപടിയുള്ളൂ: നമുക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ജഗദീഷ് എന്ന് പറയുന്ന ഒരു നടൻ മാത്രം ഒരു പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കൈയടി വാങ്ങിട്ട് പോയി. പൃഥ്വിരാജും കുറച്ച് നാളിലേക്ക് പറഞ്ഞു. മമ്മൂട്ടി മോഹൻലാലിനെ കാണാനേ പറ്റി. അതാണ്
ഇന്നസെന്റ്, ഒരുപാട് ഇന്നസെന്റ് കാണിക്കുന്നു, ഓവറാകുന്നു, ചളമാകും. ഇതൊക്കെ ബിഫോർ എന്ത് സംഭവിക്കും അത് വരുന്നിടത്ത് കാണാം എന്നല്ല, അപ്പം തന്നെ മറുപടി പറയണം. അപ്പം പറഞ്ഞാലേ ആ മറുപടി നമ്മുടെ മനസ്സിലേക്കും ജനങ്ങളും ഉൾക്കൊള്ളുകയുള്ളൂ. പിന്നീടുള്ള വാക്കുകൾക്ക്, അതിനുശേഷമുള്ള വാക്കുകൾ ക്ലിയറായിട്ട് ജനങ്ങൾ അതിനെ എങ്ങനെ എടുക്കുമെന്നത് നമുക്ക് പറയാനും പറ്റില്ല, അതിനെക്കുറിച്ച് നമുക്ക് ക്ലിയർ ചെയ്യാനും പറ്റില്ല. അപ്പം പൃഥ്വിരാജ് എന്ന നടനെ പോലും വിലക്കിയ സംഭവങ്ങളാണ്. അതാണ്. അപ്പം തലവൻ ആരാണ്? ദിലീപാണ് എന്ന് ഊഹാപോഹമാണെങ്കിലും ദിലീപ് ആയിരിക്കാം എന്നൊക്കെ നമുക്ക് തോന്നുന്നു. കാരണം അതാണല്ലോ ഇപ്പോൾ മലയാള സിനിമയുടെ അവസ്ഥ. തിലകൻ പരിതം എന്ന് പറയുന്ന പോലെ ഇതാരെയൊക്കെ കാർക്കിച്ച് തുപ്പുന്നുണ്ടാവുമെന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം അന്വേഷണം നടക്കട്ടെ. സംഭവങ്ങളൊക്കെ വളരെ നീറ്റായി, ഒരു ഡിസാസ്റ്റർ ദുരന്തം നമ്മളാരും ആഘോഷിക്കുന്നില്ല. പക്ഷെ എന്നാലും ഒരു പരിചയമായി നമ്മുടെ നാടിനെ സംഭവിച്ചല്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഖേദം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് പിന്നീട് ബാക്കി വിശേഷവുമായി വരാം. അപ്പം നമ്മൾ പോവണം.